അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളൊಟ್ಟಿಗೆ ಅದೇ ರೂಪದಲ್ಲಿ ಅಹ್ಲುಲ್ ಕಿತಾಬುಲ್ ಆಲ್ಮಾರೊಟ್ಟಿಗೆಲ್ಲ ಪಡಿಪಾಟ್ಯ ഒരു ವಿಷಯ ವಮಾ ಉಮಿರು ಇಲ್ಲಾ ಲಿಯಅಬುದುಲ್ಲಾಹ മുഖ്ലിസീൻ അല്ലാഹുവിനെ ആരാധന ആക്കേണ്ടത് ഇഖ്ലാസോടെ മാത്രമായിട്ടിക്കണു ചൊന്തുള്ള കൽപ്പന ആയിട്ടിക്കർ അല്ലാഹു കൊടുത്തിട്ടുള്ളത് അതായിട്ടിക്കർ ഇതിനർത്ഥം. അപ്പൊ ഇഖ്ലാസുള്ള പ്രവർത്തന ആയിട്ടിക്കണു ഞങ്ങ ആക്കേണ്ടത്. ഏതൊരു അമലും ഇഖ്ലാസ്, ആ അമൽ ഏതായിട്ടിക്കർ, അതായത് ഇസ്ലാമിലെ പഞ്ചസ്തംഭത്തിൽ അമലിയായിട്ട് പഠിപ്പാട്ടിയതായ നിസ്കാര, നോമ്പ്, സക്കാത്ത്, ഹജ്ജിനെ തൊട്ടു ബാക്കി എന്തെല്ലാം അമലിക്കറ ആ അമൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഇഖ്ലാസുള്ള അമലായിട്ടിക്കണു. അത് കൽബിയാവട്ടെ അല്ലെങ്കിൽ എന്തായിട്ടിക്കറ് വേറെ ഞങ്ങൾ ജവാരി ഞങ്ങളെ അവയവത്തിലാക്കിற അമലായിട്ടിക്കട്ട് എല്ലാം എന്തായിട്ടിക്കണു അത് ഇഖ്ലാസുള്ളതായിട്ടിക്കണു. ചൊത്തായിട്ടിക്കറ അർത്ഥ. അപ്പൊ ഇഖ്ലാസിന്റെ അർത്ഥ പണ്ഡിതന്മാർ പഠിപ്പാട്ടി തന്നെ നോക്കാം. ഹുവ ഖസ്ദുർ റബ്ബി ജല്ല വഅല ബിൽ അമലി. ഒരു വ്യക്തി ഖസ്ദുർ റബ്ബി ജല്ല വഅല ബിൽ അമലി, ഒരു അമലാക്കുമ്പോഴത്തേക്കും അവന്റെ മനസ്സിൽ ബണ്ട് പോയിന്റ് ഒന്ന് മാത്രമായിട്ടിക്കണു. എന്ത്? അത് അല്ലാഹ് ചൊന്തുള്ള ഒരൊറ്റ ഉദ്ദേശമായിട്ടിക്കണു. നോമ്പ് പിടിക്കുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ഒരു ദിക്ർ ചൊല്ലുമ്പോഴത്തേക്കും അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. നിസ്കരിക്കുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. സദഖ സക്കാത്ത് കൊടുക്കുമ്പോൾ അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ഉംറാക്കുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ഹജ്ജ് ആക്കുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ഒരു ചെറിയ ഖുർആൻ ഓതുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ഒരാളൊട്ടിಗೆ സലാം ചൊല്ലുമ്പോഴത്തേക്കും അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. സ്വലാത്ത് ചൊല്ലുമ്പോഴത്തേക്കും അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു. ദീന് പഠിക്കുമ്പോത്തു അല്ലാഹ് ചൊന്തുള്ള ഉദ്ദേശമായിട്ടിക്കണു.